വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥകൾ കേൾക്കുമ്പോൾ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കഥകൾ കേൾക്കണം, എന്നാലേ ഒരു രസമുള്ളതല്ലേ. വ്യത്യസ്തമായിട്ടുള്ള ചില കഥകൾ ചില സമയത്ത് ഞാൻ കൊണ്ടുവരാറുണ്ട്. എന്നാൽ അതുപോലെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു കഥയാണെങ്കിലും ഈ ഒരു കഥയിൽ തന്നെ 3 കഥകളുണ്ട്, പക്ഷെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 3 രാജ്യങ്ങളുണ്ട്. അതിലൊരു രാജ്യത്തെ ഒരു മഹാറാണി കുട്ടികളില്ലാതായപ്പോ ഒരു മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ഒരു കടൽ രാക്ഷസനെ കൊന്ന് ഗർഭിണിയാവുകയാണ്. പിന്നീട് പ്രസവിച്ചു, അതും ഒറ്റ ദിവസം കൊണ്ട്. മറ്റൊരിടത്ത് സ്വയംവരം നടത്തുകയാണ് ഒരു രാജകുമാരിയുടേത്. പക്ഷേ ആ പരീക്ഷയിൽ വിജയിച്ചത് ഒരു കൊടൂരനായ രാക്ഷസനായിരുന്നു. സുന്ദരിയായ ആ കുഞ്ഞു രാജകുമാരിയായിട്ട് അവൻ കാട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരിടത്ത് വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു യുവാവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തോന്നുകയാണ്. അതിനായിട്ട് അവര് കാണിച്ചു കൂട്ടിയ ചില തന്ത്രങ്ങൾ. ഇങ്ങനെ ഈ 3 കഥകളും ഒത്തുചേർന്ന ഒരു കഥയാണിത്. ഭയങ്കര രസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കഥ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കേട്ടു നോക്കുന്നേ. എന്നാൽ നമുക്ക് പോയാലോ കഥകളുടെ ലോകത്തേക്ക്, ആ മായ ലോകത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ വലിയൊരു കൊട്ടാരം കാണിക്കുകയാണ്. അവിടെ ചക്രവർത്തിയുണ്ട്, അതുപോലെ തന്നെ രാജ്ഞിയുണ്ട്. രാജാവിനെയും രാജ്ഞിയും സന്തോഷിപ്പിക്കാനായിട്ട് തന്നെ കുറച്ച് ജോക്കേഴ്സ് കൊട്ടാരത്തിൽ വന്ന് ഓരോ തമാശകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. രാജാവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ ഒരു കാഴ്ച കണ്ടിട്ട് ചിരിക്കുകയാണ്. പക്ഷെ രാജ്ഞിയുടെ മുഖം മാത്രം എന്തോ ഭയങ്കര വിഷാദത്തിലാണ്. ഇപ്പൊ അവിടെ നടന്ന് ഒരു കോമഡി കണ്ട് രാജ്ഞിക്ക് വല്ലാതെ ദേഷ്യവും സങ്കടവും വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോക്കർ മറ്റൊരു ജോക്കറായിട്ടുള്ള ലേഡിയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഡ്രസ്സ് മാറ്റുമ്പോൾ എന്താ പറയാ, ഗർഭം ധരിച്ചതുപോലെയുള്ള വയറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കോമാളിയായിട്ടുള്ള ജോക്കർ. അതുകൂടെ കണ്ടപ്പോ ഈ ക്യൂന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ റൂമിലേക്ക് പോവാണ്. പിന്നാലെ തന്നെ ചക്രവർത്തിയും ചെല്ലുന്നുണ്ട്. പക്ഷെ ചക്രവർത്തി എത്തുന്നതിന് മുന്നേ ആയിട്ട് റൂമിലേക്ക് കയറി വാതിലടച്ച് ഉള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. കാരണം എന്താണെന്ന് മനസ്സിലായോ? പല രാജ്യങ്ങളും പല പ്രദേശങ്ങളും കീഴടക്കി അളവറ്റ സമ്പത്ത് ഈ കൊട്ടാരത്തിലും ഈ രാജാവിനും രാജ്ഞിക്ക് ഉണ്ടെങ്കിലും അവർക്കൊരു കാര്യം മാത്രം ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. എന്താണെന്നല്ലേ? ഒരു കുഞ്ഞു തന്നെ. ക്യൂനിപ്പോ വളരെയധികം സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ചക്രവർത്തി അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. വിഷമിക്കേണ്ട, ഒരു ദിവസം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ ഗർഭിണിയാവും, നമുക്കൊരു കുഞ്ഞുണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഇപ്പോ ഈ കൊട്ടാരത്തിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച ഒരു ദുർമന്ത്രവാദി അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരെല്ലാം ആ ഒരു മന്ത്രവാദിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ സമയത്ത് മന്ത്രവാദി പറഞ്ഞു, എനിക്ക് ചക്രവർത്തിയെ കാണണം, രാജകുമാരിയെ കാണണം. ഭടന്മാരെ ഈ ഒരു വിവരം ചക്രവർത്തിയെയും രാജ്ഞിയെ അറിയിക്കുകയാണ്. ഈ മന്ത്രവാദിയെ കാണാനായിട്ട് ഇപ്പൊ അവർ രണ്ടുപേരും വരികയാണ്. രാജ്ഞിക്കും അതുപോലെ തന്നെ രാജാവിനും ആ ഒരു മനുഷ്യനെ കണ്ട സമയത്ത് എന്തൊരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാനൊന്നും മേടിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഒരു സംശയം രാജാവിന് രാജ്ഞിക്ക് വരികയാണ്, ഞങ്ങൾക്ക് വേണ്ടി തരാനോ? എന്താണത്? ഈ സമയത്ത് ആ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യം, ഒരു കുഞ്ഞ്, നിനക്ക് ഗർഭിണിയാകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാജ്ഞി ആകെ അതിശയപ്പെടുകയാണ്. എന്ത്? നിനക്കതിന് കഴിയുമോ? ഈ ലോകത്തിലുള്ള എന്ത് വിലപിടിപ്പുള്ള വസ്തു വേണമെങ്കിൽ നീ ചോദിച്ചോ, അത് നിന്റെ കാൽ കീഴിൽ ഞങ്ങൾ കൊണ്ടുവച്ചു തരും, എനിക്ക് കുഞ്ഞുണ്ടായാൽ മാത്രം മതി. ഈ സമയത്ത് ആ മന്ത്രവാദി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, അതിന് പകരം നിങ്ങൾ ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. അതിന് സമ്മതമാണോ? ഒന്ന് നേടണമെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടുത്തേണ്ടി വരും. ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ജീവൻ നഷ്ടപ്പെടുത്തിയേ മതിയാവുള്ളൂ. ഈ സമയത്ത് ക്ഷമ സഹിക്കാനാവാതെ രാജ്ഞി പറയുകയാണ്, നിങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് പറയാതെ എന്താണ് കാര്യമെന്ന് പറ. ഇപ്പൊ ആ മന്ത്രവാദി പറയാണ്, ആരെങ്കിലും കടലിന്റെ അടിയിലേക്ക് പോയിട്ട് അവിടെ ഒരു രാക്ഷസനുണ്ട്, കടൽ രാക്ഷസൻ, അവനെ കൊന്ന് അവന്റെ ഹൃദയവുമായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് വരണം. ആ രാക്ഷസന്റെ ഹൃദയം ഉണ്ടല്ലോ, അതിങ്ങനെ പിടയ്ക്കുന്നുണ്ടാവും. അതിന്റെ പിടക്കുന്ന ഹൃദയം പാകം ചെയ്യുന്ന പെണ്ണ് ഒരു കന്യകയായിരിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ പാകം ചെയ്ത ആ ഹൃദയം നീ കഴിക്കുകയാണെങ്കിൽ നീ ഗർഭിണിയാകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ ഒന്നും ആലോചിച്ചില്ല, രാജാവിനും രാജ്ഞിക്കും അവർക്ക് സന്തോഷമാകാണ്, ഒരു കുഞ്ഞുണ്ടാകും പോവല്ലേ, എന്ത് റിസ്ക്കും എന്ത് ത്യാഗം എടുക്കാൻ അവർ തയ്യാറായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ രാജ്ഞി ഇപ്പൊ രാജാവിനെ പറഞ്ഞയക്കാണ് ആ ഒരു മത്സ്യ രാക്ഷസനെ കൊന്നിട്ട് ഇങ്ങോട്ടേക്ക് അതിന്റെ ഹൃദയം കൊണ്ടുവരാനായിട്ട്. രാജാവും പടയാളികളും കൂടെ ഇപ്പൊ ഒരു നദിയുടെ കരയിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഒരു രാക്ഷസനെ കൊല്ലാൻ പോകുന്നത് രാജാവ് തന്നെയാണ്. അപ്പൊ അതിനായിട്ടുള്ള ഓരോ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, ശ്വസിക്കാനായിട്ടുള്ള ആ ഒരു കുടയെല്ലാം തലയിലിടുന്നുണ്ട്. എന്നിട്ട് പതിയെ ആ ഒരു നദിയുടെ അടിയിലേക്ക് നടന്നു പോവുകയാണ്. ഈ ചക്രവർത്തിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കണം കടലിലെ ആ ഒരു രാക്ഷസൻ അപ്പോഴവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ആ വലിയ കുന്തണ്ടല്ലോ, അതെടുത്തിട്ട് ആ ഒരു രാക്ഷസന്റെ ദേഹത്തേക്ക് കുത്തിയങ്ങ് കയറ്റുകയാണ് ഇപ്പൊ രാജാവ്. വലിയ മുറിവ് തന്നെ ആ ഒരു രാക്ഷസന്റെ ദേഹത്ത് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് രക്തം പോകുന്നുണ്ട്. പക്ഷെ മരണവിപ്രാളത്തിൽ ആ ഒരു ജീവി ഉണ്ടല്ലോ രാജാവിനെ തട്ടി തെറിപ്പിക്കുകയാണ്. പക്ഷെ അവസാനം ആ ഒരു ജന്തു ചത്ത് മലക്കുകയാണ്. രാജാവ് അതിനെ വലിച്ചുകൊണ്ട് കരയിലേക്ക് വന്നിട്ടുണ്ട്. ഭടന്മാരെല്ലാവരും കൂടിയിട്ട് അതിന്റെ നെഞ്ച് കീറി ആ ഒരു ഹൃദയം ഉണ്ടല്ലോ അത് പുറത്തേക്ക് എടുക്കുകയാണ്. പക്ഷെ ആ ഒരു ജന്തു ചത്തിട്ടും അതിന്റെ ഹൃദയം ഇപ്പോഴും പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജീവി മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ചക്രവർത്തി ആക്രമിച്ചിരുന്നില്ലേ, അതിൽ നല്ല മുറിവായിട്ടുണ്ട്, മരണവെപ്രാളത്തിലാണ് ഇപ്പൊ ചക്രവർത്തി. മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചക്രവർത്തി ഭടന്മാരോട് പറയുന്നുണ്ട്, ഈ ഒരു രാക്ഷസന്റെ ഹൃദയം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ രാജ്ഞിയുടെ അടുത്തേക്ക് എത്തിക്കണം. പിന്നീട് ചക്രവർത്തി മരിച്ചു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വിവരെല്ലാം അറിഞ്ഞ് രാജ്ഞി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും ഭർത്താവ്
മരിച്ചതുകൊണ്ട് അവിടെ പോയിരുന്ന് കരയുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. രാജ്ഞി നേരെ പോയത് ആ ഒരു രാക്ഷസന്റെ ഹൃദയത്തിന്റെ അടുത്തേക്കാണ്. പിടച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹൃദയം അവള് കയ്യിലേക്ക് എടുക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, ഭർത്താവിനെക്കാളും എല്ലാത്തിനേക്കാളും അവൾക്ക് വലുത് ഒരു കുഞ്ഞാണെന്ന്. പിന്നീട് ആ ഒരു ഹൃദയവുമായിട്ട് രാജ്ഞി നേരെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അടുക്കളയിൽ ഉണ്ടായിരുന്ന കന്യകയായിട്ടുള്ള ഒരു പാചകക്കാരിയുണ്ട്. അവളോട് ഈ ഒരു ഹൃദയം കുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് രാജ്ഞി അവിടുന്ന് പോയി. അവിടുത്തെ ടേബിളിൽ ആ ഒരു ഹൃദയം ഇപ്പോ ആ ഒരു പെൺകുട്ടി കാണുകയാണ് കേട്ടോ. അതിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഇതുവരെ ഇങ്ങനെ ഒരു വസ്തു ഇതുവരെയായിട്ടും പാചകം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭയമുണ്ട്. ആ ഒരു ഭയത്തോടു കൂടി തന്നെ തിളക്കുന്ന വെള്ളത്തിലേക്ക് അതിന്റെ ഒരു ചെമ്പിലേക്ക് ഈ ഒരു ഹൃദയം കൊണ്ടേ ഇടുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഹൃദയത്തിൽ നിന്ന് വല്ലാത്തൊരു പുക പുറത്തേക്ക് വരികയാണ്. അതറിയാതെ തന്നെ ഈ ഒരു കന്യകയായിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവള് ശ്വസിക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതായത് ആ ഒരു വാതകം അവള് ശ്വസിച്ചതിലൂടെ അവള് സെക്കൻഡുകൾ കൊണ്ട് തന്നെ പ്രഗ്നന്റ് ആകുകയാണ്. അതായത് ഗർഭിണിയായി മാറുകയാണ്. പിന്നീട് പാകം ചെയ്ത ആ ഒരു ഹൃദയം രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടേ വെച്ചു കൊടുക്കുകയാണ്. രാജ്ഞി അത് മുഴുവൻ കഴിച്ചു. കാരണം കുട്ടി ഉണ്ടാവണമല്ലോ. മന്ത്രവാദി പ്രവചിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. അന്നേ ദിവസം രാത്രിയായപ്പോൾ രാജ്ഞി ഒറ്റയടിക്ക് പ്രഗ്നന്റ് ആവുകയാണ്. അവൾക്ക് ഇപ്പൊ പ്രസവവേദന വന്നിട്ടുണ്ട്. എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം രാജ്ഞി പ്രസവിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ആൺകുഞ്ഞിനെ. അതീവ സന്തോഷവതിയായിട്ട് ഇപ്പൊ രാജ്ഞി ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് ഈ വേലക്കാരിയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ആൺകുഞ്ഞിനെ തന്നെയായിരുന്നു. ഇതേ സമയം തന്നെ കൊട്ടാരത്തില് ഇന്ന് രാവിലെയാണ് രാജാവ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ചടങ്ങുകളൊന്നും ഇതുവരെയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുന്നേ രാജകുമാരി എന്താ പറയാ, ഗർഭിണിയായി പ്രസവിച്ചും കഴിഞ്ഞു അല്ലേ. ഇങ്ങനൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അതെല്ലാം പോട്ടെ, ഇപ്പൊ ചക്രവർത്തി മരിച്ചത് കൊണ്ട് തന്നെ ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് തൊട്ടടുത്ത രണ്ട് രാജ്യത്തിലെ മെയിൻ ആയിട്ടുള്ള ചക്രവർത്തിമാര് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരാളുടെ പേര് കുറിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതാണ് കിങ് ഹൈ ഹിൽസ്. ഈ രാജാവിന് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അവളുടെ പേരാണ് വയലറ്റ്. ഈ പേരുകളും കഥാപാത്രങ്ങളൊക്കെ ഓർത്തു വെച്ചോട്ടോ. പിന്നീട് മറ്റൊരു രാജ്യത്തെ രാജാവിനെ കാണിക്കുകയാണ് കിങ് ക്ലിഫ്. അത്യാവശ്യം യുവാവായിട്ടുള്ള ആരോഗ്യ ദൃഢവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സത്യം പറയാലോ, ഒരു ഒന്നാം തരം പൂവൻകോഴിയാണ് ഈ ഒരു കിങ് ക്ലിഫ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാസിനോവ കിങ് എന്ന് വിളിക്കാം. ഈ നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു സാധനമാണ് ഇത്. പിന്നീട് ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. പക്ഷെ ആ സമയത്തും രാജ്ഞിയുടെ മുഖത്ത് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു കുഞ്ഞിനെയും കയ്യിലെടുത്ത് താലോലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 16ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. രാജകുമാരൻ ഇപ്പൊ വളർന്ന് വലുതായിട്ടുണ്ട്. അവന്റെ പേര് ഏലിയാസ് എന്നായിട്ടോ. ഇപ്പൊ അവന്റെ അമ്മ അവന്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്, എന്തോ ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട്. രാജകുമാരനായിട്ടുള്ള ഈ ഏലിയാസിന്റെ രൂപം നോക്കിയ നല്ല വെളുത്ത് വെള്ളം മുടിയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു കടലിലെ രാക്ഷസനില്ലേ, അതിനെ പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഏലിയാസ് അവനെ പോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരാളെ കാണുകയാണ്, ഒരു ആൺകുട്ടിയെ. രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് കേട്ടോ. മാത്രമല്ല രണ്ടുപേരെ കാണാനും ഏകദേശം ഒരുപോലെ തന്നെയുണ്ട്. കാര്യം എന്താന്ന് മനസ്സിലായോ? അതായത് മറ്റേയാള് അവന്റെ പേര് ജൊന എന്നാണ്. അത് ആരുടെ മകനാണെന്ന് മനസ്സിലായോ? മറ്റാരുടെയല്ല, ഈ കൊട്ടാരത്തിലെ വേലക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടേത് തന്നെയാണ്. പക്ഷെ അവനോടൊത്ത് ഈ ഏലിയാസ് കളിക്കുന്നത് രാജ്ഞിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. കാരണം ഏലിയാസ് ഒരു രാജകുമാരനാണ്, ജൊനയോ ഒരു വേലക്കാരിയുടെയും മകനും. ഒരുപാട് നാള് രാജ്ഞി ഇങ്ങനെ സഹിച്ചു നിൽക്കാണ്. ഒരു ദിവസം ഈ വേലക്കാരി വിളിപ്പിച്ചിട്ട് പറയാണ്, ഇനി എങ്ങാനും നിന്റെ മകൻ എന്റെ മകനുമായിട്ട് കൂടെ കളിക്കാനോ ചിരിക്കാനോ വർത്താനം പറയാനോ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും ഞാൻ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കും, നാട് തന്നെ കടത്തിക്കളയും. എന്താ മനസ്സിലായോ? ഇതെല്ലാം കേട്ട സമയത്ത് ആ ഒരു വേലക്കാരി ആകെ പേടിച്ചു പോവാണ്. പേടിച്ച് വിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു കാര്യം ഏലിയാസ് പിന്നീട് അറിഞ്ഞു. അവർ രാജ്ഞിയോട് വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മേ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൻ എന്റെ കൂട്ടുകാരനല്ല, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അവനെ കാണുന്നത്. ഈ സമയത്ത് രാജ്ഞി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നീ ഒരു രാജകുമാരനാണ്, അവൻ വേലക്കാരിയുടെ മകനാണ്. അവനുമായിട്ട് കൂട്ടുകൂടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. മാത്രമല്ല എന്നോട് ഇങ്ങനെ ധിക്കരിച്ച് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. ഈ സമയത്ത് ഏലിയാസ് രാജ്ഞിയോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നീട് രാജ്ഞി പറയുന്നുണ്ട്, ഒരു തവണ കൂടെ നീ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അവസാനത്തെ കാഴ്ചയായിരിക്കും, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. ചെറിയൊരു ഭയത്തോടെ ഇപ്പൊ ഏലിയാസ് അവിടുന്ന് പോവുകയാണ്. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതിയില്ലേ, കാസിനോവ, അവനെയാണ്. അവനിപ്പോ ഇഷ്ട ഹോബി ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ പറയാ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ ഭയങ്കര മധുരമായ ഒരു സംഗീതം കേൾക്കുകയാണ്. പതിയെ കൊട്ടാരത്തിന്റെ ആ ഒരു മട്ടുപാവിലൂടെ നടക്കാൻ തുടങ്ങുകയാണ് ഇപ്പൊ കാസിനോവ. കാരണം അത്ര മധുരമായ ഒരു ശബ്ദം ആ പെൺകുട്ടിയെ കാണാനും അത്രത്തോളം ഭംഗിയായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് അവനങ്ങനെ അതിലൂടെ നടക്കുന്നത്. പിന്നീട് കൊട്ടാരത്തിന്റെ ഒരു ജനലിലൂടെ നോക്കുന്ന സമയത്ത് കാസനോവ അത് കാണുകയാണ്. ഒരു ചെറിയ ചെറ്റക്കുടിലിന്റെ അരികിൽ നിന്നും ഒരു പെണ്ണ് ആ പാട്ടിങ്ങനെ പാടുന്നത്. അയാൾ പുറക്കനെ വിളിച്ചു ചോദിക്കുകയാണ്, ഹേ പെൺകുട്ടി, നീ ആരാണ്? എന്താണ് നിന്റെ പേര്? ഇത്ര മധുരമായ പാട്ട് പാടുന്ന നീ അതീവ സുന്ദരിയായിരിക്കുമല്ലേ? നിന്റെ വയസ്സ് എത്രയാണ്? 10ഓ 15ഓ? ഒന്ന് ഇങ്ങോട്ട് നോക്ക്, ഒന്ന് മൈൻഡ് ചെയ്യേ. ഇപ്പൊ ഈ ചക്രവർത്തി പറയുന്നൊക്കെ കേട്ട് സഹിക്കാനാവാതെ ആ പെൺകുട്ടി അവിടുന്ന് ഓട്ടിപ്പോവാണ്. പേടിച്ചത് കൊണ്ടായിരിക്കണം. പക്ഷെ കാസനോവ വിടാൻ തയ്യാറായിരുന്നില്ല. അവൻ അവന്റെ റൂമിലേക്ക് പോയിട്ട് ഒരുപാട് മുത്തുകളും കാര്യങ്ങളും എടുത്തിട്ട് അവൾക്ക് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സമ്മാനമായിട്ട് കൊടുത്തയക്കാൻ വേണ്ടി ഭടന്മാരോട് പറയാണ്. പിന്നീട് സമ്മാനവുമായിട്ട് ആ ഭടന്മാർ പോവുകയാണ്. പക്ഷേ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് വാതിൽ തുറന്നൊന്നും ആ ഒരു ലേഡി വന്നില്ല. പുറത്തേക്ക് ഇപ്പൊ ചെറിയൊരു കുട്ട വരുന്നുണ്ട്. അതിൽ വെച്ചോളാൻ വേണ്ടിയിട്ട് ഉള്ളത് ആ ഒരു ശബ്ദം പറയാണ്. ഭടന്മാര് അതുപോലെ തന്നെ ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കും അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കുമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു വൃദ്ധയായിരുന്നു. ആ വൃദ്ധയുടെ പേരാണ് ഡോറ. അവൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, എമ. എമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് അത്യാഗ്രഹവും ആശകളൊക്കെ കുറിച്ച് കൂടുതലുള്ള ആളാണ് കേട്ടോ.
അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. നമ്മുടെ കാസനോവ വെറുതെ ഇരിക്കോ ആ ഒരു വീട്ടിന്റെ മുന്നിലേക്ക് വരികയാണ്. വാതിൽ മുട്ടുന്നുണ്ട്. പെൺകുട്ടി വാതിലോർക്ക് ഞാനാണിത്. ഇത്ര മധുരമായ സംഗീതം പാടിയ ആ ഒരു രൂപത്തെ ഞാനൊന്ന് കണ്ടോട്ടെ. ഇപ്പൊ ആ ഒരു കുടിലിന്റെ ഉള്ളിൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ് നമ്മുടെ ഡോറ കേട്ടോ. കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് അവളുടെ സഹോദരിയായിട്ടുള്ള എമ്മ പോകുമ്പോ അവളുടെ വായി പൊത്തിപ്പിടിയാണ്. ഒന്നും പറയല്ലേ മിണ്ടാതിരിക്കുന്നപ്പോ ഡോറ പറയാണ്. ഇതേ സമയം തന്നെ പുറത്തുണ്ടായിരുന്ന കാസനോവ അവസാനം വാതിലും തള്ളിപ്പൊളിച്ച് ഉള്ളിലേക്ക് വരും എന്നൊരു അവസ്ഥയിൽ ഡോറ പറയുകയാണ്, ഞാൻ നിന്റെ മുന്നിലേക്ക് വരാം, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കോ. ഒരാഴ്ച. ശരി, ഒരാഴ്ചയല്ലേ, ഞാൻ കാത്തിരുന്നോളാം. പക്ഷേ നിന്റെ ഒരു വിരലെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നിപ്പോ ആ പെൺകുട്ടിയോട് ആ വൃദ്ധയോട് കാസനോവ് ചോദിക്കുകയാണ്. അതപ്പോ കാണിച്ചു കൊടുത്തപ്പോ കാസനോവ് പോകാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്, മറ്റൊരു രാജ്യം എന്ന് പറയാം. കിങ് ഹൈ ഹിൽസിന്റെ രാജ്യമാണിത്. ഇപ്പൊ കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. ചക്രവർത്തി ഇപ്പോ ആ ഒരു സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം കണ്ട് ആസ്വദിക്കുകയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, വയലറ്റ്. അവളിപ്പോ വളർന്നു വലുതായിട്ട് ഒരു അതീവ സുന്ദരിയായിട്ടുള്ള രാജകുമാരിയായി മാറിയിട്ടുണ്ട്. അവള് മധുരമാർന്ന ഒരു സംഗീതം ഇങ്ങനെ എന്താ പറയാ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയാണ്. പ്രത്യേകിച്ച് അവളുടെ അച്ഛനായിട്ടുള്ള കിങ് ഹൈ ഹിൽസ് എന്ന് പറയില്ല കേട്ടോ, ഷോർട്ടാക്കിയിട്ട് ഇനി കിങ് ഹിൽസ് എന്നേ പറയുള്ളൂ. ആ സമയത്താണ് കിങ്ങിന്റെ കയ്യിലേക്ക് ചെറിയൊരു ഈച്ച വന്നിരിക്കുന്നത്. അതിനെന്തോ പ്രത്യേകതയുള്ളതായിട്ട് ഈ ഒരു കിങ്ങിന് തോന്നുകയാണ് കേട്ടോ. അതിനിങ്ങനെ പാത്തും തലോടി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് മകള് പാടുന്ന ആ ഒരു സംഗീതത്തിലൊന്നും ശ്രദ്ധിക്കാൻ കിങ് നിൽക്കുന്നില്ല. ഇപ്പോ ഇത് കണ്ടപ്പോ മകൾക്ക്, അതായത് വയലറ്റിന് എന്തോ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവസാനം അവള് പാട്ട് പാടിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഇവളെ നോക്കുമ്പോൾ ഇവളുടെ അച്ഛൻ കയ്യിലുണ്ടായിരുന്ന ഒരു ഈച്ചയെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. പാട്ട് പാടിക്കഴിഞ്ഞപ്പോ എല്ലാവരും കൈയടിക്കുന്ന കൂട്ടത്തില് ഈ ഒരു കിങ്ങും കൈയടിക്കാണ് കേട്ടോ. പക്ഷെ വയലറ്റിന് കാര്യം മനസ്സിലായി. അച്ഛൻ തന്റെ പാട്ട് ശ്രദ്ധിച്ചിട്ടില്ല, എന്തോ തന്റെ പാട്ട് മോശമായതുകൊണ്ടായിരിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് വയലറ്റിന് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ഇതേ സമയം തന്നെ കിങ് ഹിൽസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയിട്ട് ആ ഒരു ഈച്ച ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു മുറി ഉണ്ടാക്കിയിട്ട് ആ ഒരു രക്തം ഈച്ചയ്ക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഈ ഒരു ഈച്ച എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതയുള്ള ആളാണ്. അത് ഈ ചക്രവർത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരക്തം ഈ ഒരു ജീവിക്ക് വേണ്ടി കുടിക്കാൻ കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ നമ്മുടെ വയലറ്റിനെ കാണിക്കുകയാണ്. അവളുടെ അവൾക്കായിട്ട് കുറെ കഥകൾ ഇങ്ങനെ വായിച്ചു കൊടുക്കും. ഇപ്പോ ഒരു പ്രണയകഥയാണ് വായിച്ചു കൊടുക്കുന്നത്, ഒരു ലവ് സ്റ്റോറി. അതിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് എത്തിയ സമയത്ത് വയലറ്റ് പറയാണ്, ആ വരികൾ ഒന്നുകൂടെ വായിച്ച് വീണ്ടും വായിച്ചു കൊടുത്തു. പിന്നെയും വായിച്ച് അങ്ങനെ ഒരുപാട് തവണ ആ അയ്യോട് വായിക്കാൻ പറയണം. അതായത് അവൾക്കിപ്പോ വയസ്സ് 18 ആയിട്ടുണ്ട്, കല്യാണപ്രായമായിട്ടുണ്ട്. എന്തോ അതിനോടൊക്കെ വലിയ താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ചക്രവർത്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് കിങ് ഹിൽസ് എപ്പോഴും ആ ഒരു പ്രാണിയുടെ കൂടെ കളിച്ചോണ്ടേയിരിക്കും. അത് പതിയെ വലുതാകാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ തുമ്പത്ത് ഒരു ചെറിയ കയറും കെട്ടി ഓരോ ചെറിയ വണ്ടികളൊക്കെ ഘടിപ്പിച്ച് അതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കാനാണ് ഇപ്പൊ കിങ് ഹിൽസിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. ഈ കൊട്ടാരത്തിൽ എന്ത് നടക്കുന്നു, രാജ്യത്ത് എന്ത് നടക്കുന്നു, മകൾക്ക് എന്ത് നടക്കുന്നു എന്നൊന്നും അറിയാൻ യാതൊരു താല്പര്യം ഈ കിങ്ങിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ കിങ്ങും മകളായിട്ടുള്ള വയലറ്റും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്ത് വയലറ്റ് പറയുന്നുണ്ട്, അച്ഛാ എത്ര ദിവസമാണ് ഈ കോട്ടയിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക, എനിക്ക് പുറം ലോകത്തേക്കൊക്കെ പോകണം. ഈ സമയത്ത് കിങ് ഹിൽസ് പറയാണ്, മോളെ നിനക്ക് പുറത്തേക്ക് പോകാൻ കഴിയും, ആദ്യം നിന്റെ കല്യാണമൊന്നും കഴിഞ്ഞോട്ടെ, അതിനുശേഷം നീ എങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോയിക്കോ, നിനക്ക് എത്ര വേണമെങ്കിലും പുറം ലോകം ആസ്വദിക്കാൻ കഴിയും, ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി വയലറ്റ് ഇപ്പൊ അച്ഛനോട് പറയുകയാണ്. ഈ സമയത്ത് കിങ് ഹിൽസ് ചോദിക്കുന്നുണ്ട്, മോളെ ശരി എങ്ങനത്തെ ആളാണ് മോക്ക് വേണ്ടത്? അവളിപ്പോ അവളുടെ ലിസ്റ്റൊക്കെ നിരത്തുകയാണ് കേട്ടോ. കാണാൻ സുന്ദരനായിരിക്കണം, മസിൽ വേണം, കട്ട താടി വേണം, കട്ട മീശ വേണം, ബുള്ളറ്റ് വേണം, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് അങ്ങ് നിരത്തുകയാണ്. ഈ സമയത്ത് ചക്രവർത്തി പറയാണ്, ഞാൻ അന്വേഷിക്കട്ടെ, പക്ഷെ മകളെ ഒരുപാട് എക്സ്പെക്ടേഷൻ ആഗ്രഹങ്ങളും മനസ്സിലിങ്ങനെ വെച്ച് സൂക്ഷിക്കരുത്. കാരണം എങ്ങനത്തെ ഒരാളായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. എന്തായാലും എന്റെ മോള് കുറച്ച് ദിവസം ഒന്ന് കാത്തിരിക്കുന്നു പറയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം രാജാവ്, അതായത് കിങ് ഹിൽസ്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കുറെ ഇറച്ചി കഷ്ണങ്ങളുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കൂറയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഈച്ചയ്ക്ക് തിന്നാൻ കൊടുക്കാനായിട്ട്. അല്ല, ഈ ചെറിയ ഈച്ചയ്ക്ക് എന്തിനാണ് ഇത്രത്തോളം വലിയ മാംസ കഷ്ണങ്ങൾ? ശരിക്കും ആ ഒരു ഈച്ചയെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും അതിന് ഇപ്പൊ ഈ മാംസമൊന്നും മതിയാവില്ല എന്ന്. എന്താണെന്നറിയോ, ഓരോ ദിവസം കൂടുന്തോറും ആ ഒരു ഈച്ച പതിയെ വളരുകയായിരുന്നു. നല്ല ഗുണ്ടുമണിയായിട്ട് അങ്ങനെ നിൽക്കുകയാണത്. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് മഹാറാണിയുടെ ആ ഒരു രാജ്യത്താണ്, കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. ഇപ്പൊ രാജ്ഞിയും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഏലിയാസും കുറെ കോമാളികളുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി ചിരിച്ച് അതിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പിന്നീട് മഹാറാണി അവളുടെ വസ്ത്രമെല്ലാം മാറാനായിട്ട് എന്താ പറയാ മേക്കപ്പ് റൂമിലേക്ക് പോവാണ്. ആ സമയത്താണ് മഹാറാണി തന്റെ മകനായിട്ടുള്ള ഏലിയാസ് അതിലൂടെ നടന്നു പോകുന്നത് കാണുന്നത്. ഇപ്പൊ മകനെ ആ ഒരു റൂമിലേക്ക് മഹാറാണി വിളിപ്പിക്കുകയാണ്. മകന്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മലെടുത്ത് അവളുടെ ചെവിയിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി മഹാറാണി ഇപ്പൊ പറയുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഭയത്തില് ഏലിയാസ് വന്ന് അത് ഇട്ടുകൊടുക്കുകയാണ്. ആ സമയത്ത് ഏലിയാസിന്റെ ദേഹത്തെ ഒരു പ്രത്യേകതരം സ്മെല്ല് റാണിക്ക് മനസ്സിലായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അത് ഏലിയാസ് ആയിരുന്നില്ല, അത് ജൊനാഥ് ആയിരുന്നു. ഇപ്പൊ രാജ്ഞിക്ക് ചെറിയ എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ജൊനാഥ് ഏലിയാസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാണ്. എടാ നിന്റെ അമ്മ എന്നെ വിളിപ്പിച്ചു, എന്നിട്ട് കാതിലൊരു കമ്മൽ ഇട്ടുകൊടുക്കാൻ പറഞ്ഞു, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഏലിയാസിന് വലിയ വിശ്വാസം ആയില്ല കേട്ടോ. പക്ഷെ പിന്നീട് ജൊനാഥ്
ജൊനാദ് നടന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞപ്പോൾ അവന് കാര്യങ്ങൾ ബോധ്യമായി. പക്ഷെ ഇവര് സംസാരിക്കുന്ന ഈ ഒരു കാര്യം മറിഞ്ഞിരുന്നിട്ട് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, മഹാറാണി തന്നെ. ഇതേ സമയം തന്നെ രാജകുമാരനായിട്ടുള്ള ഏലിയാസ് ഈ ജൊനാദിന്റെ അടുത്ത് പറയാണ്, ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. എനിക്കിപ്പോ 18 വയസ്സായിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാകും. ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെയല്ലേ കാണാൻ? അപ്പൊ ഞാൻ രാജാവായിട്ടുണ്ടെങ്കിൽ ഇടക്ക് ഞാൻ രാജ്യം ഭരിക്കാം, ഇടക്ക് നീ രാജ്യം ഭരിച്ചോ. പക്ഷെ ജൊനാദിന് ഇതെല്ലാം കേട്ടപ്പോ പേടിയായി കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഈ ക്യൂനുണ്ടല്ലോ, അവൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അവളിപ്പോ ഈ ഏലിയാസിന്റെ മുറിയിലേക്ക് വരികയാണ്, വാതിൽ തട്ടുകയാണ്. ഇപ്പൊ ഏലിയാസ് ജൊനാദിന്റെ അടുത്ത് പറയുന്നുണ്ട്, ജൊനാദ് ഈ ഒരു കാര്യം ബാക്കിയുള്ള ആരുടെ അടുത്തും നീ പറയരുത്, പെട്ടെന്ന് തന്നെ പോയി വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനെ ഒളിപ്പിക്കുകയാണ് ഇപ്പൊ ഏലിയാസ്. പിന്നീട് വാതിൽ പോയി തുറക്കുന്നുണ്ട്. ഇപ്പൊ മഹാറാണി ഉള്ളിലേക്ക് വന്നിട്ട് ഈ ഏലിയാസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഏലിയാസ് മോനെ, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ എത്രത്തോളം ത്യാഗം സഹിച്ചെന്ന് നിനക്കറിയില്ല. നീ എന്റെ വയറ്റിലുണ്ടായിരുന്നത് ഒരേ ഒരു ദിവസം മാത്രമാണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ സഹിച്ച ത്യാഗവും വേദനയും അത് നീ അറിയാതെ പോകരുത്. ഈ ലോകത്തിൽ എന്നെക്കാളും നന്നായിട്ട് മറ്റൊരാൾക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാവരും നിന്നെ ചതിക്കും. അതുകൊണ്ട് ഒരിക്കലും അമ്മയോട് നുണ പറയരുത്, അമ്മയ്ക്കെതിരായിട്ട് ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത്, അനുസരണക്കേട് കാണിക്കരുത് എന്ന് ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിട്ട് മഹാറാണി അവിടുന്ന് തിരിച്ചു പോവാണ്. മഹാറാണി പോയപ്പോ ഇപ്പൊ ഏലിയാസ് അവിടെ വിളിച്ചിരുന്ന ജൊനാദിനെ പുറത്തേക്ക് വരുത്തുകയാണ്. പിന്നീട് ആരും കാണാതെ തന്നെ അവനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു രഹസ്യമായ തുരങ്കപാതയിലൂടെയാണ് ഇപ്പൊ ജൊനാദിനെ പറഞ്ഞയക്കുന്നത്. ഇപ്പൊ ജൊനാദൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഭയങ്കര ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ജനോദൻ അതിലൂടെ നടക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഇപ്പൊ അവനെ ആക്രമിക്കുകയാണ്. നോക്കുമ്പോ രാജ്ഞിയായിരുന്നു. എങ്ങനെയൊക്കെയോ രാജ്ഞിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഓട്ടുകയാണ്. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ തച്ച് കൊന്നേനെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ മഹാറാണിയുടെയും അതുപോലെ തന്നെ ഈ ഏലിയാസിന്റെയും ചിത്രം ഒരു ചിത്രകാരൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഏലിയാസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് ഈ ഒരു വേലക്കാരിയും അവളുടെ മകനായിട്ടുള്ള ജൊനാദിനും കൂടെ എങ്ങോട്ടേക്കോ പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഏലിയാസ്. ഇപ്പൊ ജൊനാദിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജൊനാദ് പറയാണ്, ഏലിയാസ് എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ്. ഞാൻ നിന്നെ കാണുകയോ നീയുമായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയും എന്നെയും ചിലപ്പോ നിന്റെ അമ്മ കൊന്നുകളയും. അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ. ഈ സമയത്ത് ഏലിയാസ് ഒരുപാട് വിഷമിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്തേക്ക് ഏലിയാസിനെ ജൊനാദ് വിളിച്ചുകൊണ്ടായിട്ട് പറയാണ്, ദാ ഈ മരത്തിന്റെ ഈ വേര് കണ്ടോ? അവിടെ ചെറിയൊരു കത്തിയിട്ട് ഈ ജൊനാദ് കുത്തിയിട്ട് പറയാണ്, ദാ ഇവിടെ നിന്ന് ഇപ്പൊ വെള്ളം വരുന്നില്ലേ? എന്നെങ്കിലും ഈ ഒരു വെള്ളം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നീ വിചാരിച്ചോ ഞാൻ മരിച്ചെന്ന്? അല്ല, ഇതിന് മറ്റെന്തെങ്കിലും മാറ്റാണ് വരുന്നതെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്ന് നീ ചിന്തിച്ചാൽ മതി. പിന്നീട് ഏലിയാസിനോട് യാത്ര പറഞ്ഞിട്ട് ജൊനാദ് പോവാണ്. എന്താ പറയാ, ഹൃദയത്തിന്റെ ഒരു ഭാഗം പോയതുപോലെയായിരുന്നു ഏലിയാസിന് ഫീൽ ചെയ്തത്. എന്നും ആ ഒരു വേരിന്റെ അടുത്ത് തന്നെ അവനിങ്ങനെ പോയിരിക്കും. അതിനെന്തെങ്കിലും പറ്റിയോ എന്നിങ്ങനെ നോക്കിയിട്ട് ഒരാളെ പോലും അതിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഏലിയാസ് സമ്മതിക്കില്ലായിരുന്നു, കുട്ടികളെ പോലും. ഇതേ സമയം തന്നെ മറ്റൊരു രാജ്യത്ത് കാണിക്കാണ്, അതായത് ആ കാസിനോവയുടെ രാജ്യത്തിലേക്ക്. ഇന്ന് രാത്രിയാണ് ചക്രവർത്തി ഇവരുടെ ഈ ഒരു വൃദ്ധകളുടെ വീട്ടിലേക്ക്, അതായത് ഡോറയുടെയും എമയുടെയും വീട്ടിലേക്ക് വരിക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡോറ അവളുടെ വിരൽ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നാണ് കാണിച്ചു കൊടുക്കുക. അപ്പൊ വിരല് കാണുമ്പോൾ അതിൽ ചുളി വന്നും ഈ ചക്രവർത്തി, അതായത് കാസിനോവ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ചൂട് വെള്ളത്തിലെ കൈ മുക്കി തുണിയെല്ലാം ഇറുക്കി കെട്ടി അങ്ങനെ പല വിദ്യകളും ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, 90 കഴിഞ്ഞ വൃദ്ധയുടെ വിരല് എന്താ പറയാ ഒരു യുവതിയുടെ വിരല് പോലെ ആവുമോ? നടക്കുന്ന കാര്യമാണോ? അതേസമയം തന്നെ കാസിനോവ് പുറത്തെത്തിയിട്ടുണ്ട്. വാതിലിങ്ങനെ തട്ടുന്നുണ്ട്. ഇപ്പൊ ഡോറ ആകെ പേടിച്ചു പോവാണ്. ഡോറ ഇങ്ങനെ നോക്കുമ്പോൾ അവളുടെ അനിയത്തിയായിട്ടുള്ള എമയുണ്ടല്ലോ, എമയുടെ ഒരു വിരല് മാത്രം കുറച്ച് എന്താ പറയാ പ്രായം കുറഞ്ഞതുപോലെ തോന്നുകയാണ്. പിന്നീട് അവളുടെ വിരലാണ് ഈ ഡോറ ആ ഒരു എന്താ പറയാ വാതിലിന്റെ ഹോട്ടലിലൂടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു വിരല് കിട്ടിയ സമയത്ത് തന്നെ കാസിനോവ് കാട്ടിക്കുട്ടിയ കാര്യങ്ങൾ അത് കാണേണ്ടത് തന്നെയാണ്. അപ്പൊ പിന്നെ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ പറയണ്ട. പിന്നെ ഇപ്പൊ കാസിനോവ ആ ഒരു വൃദ്ധയുടെ, അതായത് ഡോറയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ വിരല് മാത്രമേ എന്നെ കാണിക്കുള്ളൂ, നീ എന്നാണ് എന്റെ മുന്നിലേക്ക് വരിക? ഈ സമയത്ത് ഈ ഡോറ പറയണേ, ചക്രവർത്തി നിങ്ങളൊന്ന് കാത്തിരിക്കും, നിങ്ങളെ കാണാൻ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ വരും. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയോ? എന്റെ ഡോറ, എന്റെ ജീവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതും വേണമെങ്കിൽ തരും, പറ എന്താണ് നിന്റെ കണ്ടീഷൻ? ഒരു ദിവസം ഇപ്പൊ ഡോറ പറയണം, അന്നേ ദിവസം ഞാൻ കൊട്ടാരത്തിലേക്ക് വരും, അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല, മാത്രമല്ല ഒരു ഇരുട്ട് മുറിയായിരിക്കണം, എന്നെ ആരും കാണാൻ പാടില്ല, എനിക്ക് ഭയങ്കര നാണാണ്. ഇത് കേട്ട സമയത്ത് കാസിനോവ് ചോദിക്കുകയാണ്, ഇതൊക്കെയാണോ നിന്റെ ആഗ്രഹം? ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമല്ലേ, നീ ധൈര്യമായിട്ട് കൊട്ടാരത്തിലേക്ക് നീ പറഞ്ഞ ദിവസം വന്നോ, നീ പറഞ്ഞതുപോലെ തന്നെ അവിടെ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും, നിന്നെ ആരും കാണില്ല, ഇരുട്ട് മുറിയായിരിക്കും. ഇപ്പോഴാണ് ഡോറയ്ക്ക് ടെൻഷൻ പിന്നെയും കൂടിയത്. കാരണം ഇന്നൊരു വിരൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, പക്ഷെ അന്ന് പോകുമ്പോൾ എന്താ ചെയ്യാ, തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി അനിയത്തിയായിട്ടുള്ള എമയെ കൊണ്ട് അവളുടെ ആ ഒരു എന്താ പറയാ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് വലിച്ചു പിടിച്ച് എന്താ പറയാ ഒട്ടിക്കാണ്, പശയൊക്കെ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഇപ്പൊ ഡോറ പോകാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസമായിട്ടുണ്ട്. ഇപ്പൊ കൊട്ടാരത്തിലെ ഭടന്മാര് മുഴുവൻ കാസിനോവ് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാ വിളക്കുകളും അണയ്ക്കുകയാണ്. അവിടെ മുഴുവൻ ഇരുട്ടായിട്ടുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഡോറ വരുന്നത്. അവളെ ആരും കണ്ടിട്ടില്ല കേട്ടോ. അവള് പിന്നീട് ചക്രവർത്തി പറഞ്ഞ ആ ഒരു മുറിയിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ചക്രവർത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇരുട്ടായതുകൊണ്ട് തന്നെ ചക്രവർത്തി ഡോറയുടെ യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ വെച്ച് അവന്റെ ആഗ്രഹം പോലെ തന്നെ അവനെല്ലാം ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ സുന്ദരിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ മുഖം ഒന്ന് കാണണല്ലോ. പിന്നെ ചെറിയൊരു മെഴുകുതിരി കത്തിച്ചിട്ട് ഡോറയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോ കാസനോവൻ ഞെട്ടിപ്പോവാണ്. കാരണം ഇത്രയും നേരം താൻ കിടന്നുകൊണ്ടിരുന്നത് ഒരു വൃദ്ധയുടെ കൂടെയാണ്. ദേഷ്യം വന്ന
കാസിനവ ഉറക്കനെ അലറുകയാണ്. എന്നെ നീ കബളിപ്പിച്ചല്ലേ, പറ്റിച്ചല്ലേ, നീ ഒരു ദുർമന്ത്രവാദിയാണ്, എവിടെ ഭടന്മാര് വന്നിട്ട് ഇവളെ പിടിച്ചുകൊണ്ടോ, ഈ നാട്ടിൽ നീ ഓടിപ്പിച്ചുകളാ എന്നൊക്കെ പറഞ്ഞിട്ട് ആജ്ഞ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭടന്മാർ അങ്ങോട്ടേക്ക് വരികയാണ്. ഡോറയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാണ്. പിന്നീട് കൊട്ടാരത്തിന്റെ ഒരു ചെരുവിൽ നിന്നും കാട്ടിലേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ആ ഒരു ബെഡ്ഷീറ്റ് അടക്കം ഈ ഒരു ഡോറയെ എന്തോ ഭാഗ്യത്തിന് താഴെ വീണ സമയത്ത് മരത്തിന്റെ ചില്ലകളിൽ കുടുങ്ങിയിട്ട് ആ ഒരു ബെഡ്ഷീറ്റിൽ തങ്ങിയിട്ട് അവൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. നിലത്ത് വീണില്ല, ദേഹം തട്ടിയില്ല. പക്ഷെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഒരു യുവതിയൊന്നും അല്ലല്ലോ, വൃദ്ധിയായിട്ടുള്ള ആളല്ലേ. അവളിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അതിലൂടെ പോയ ഒരു മന്ത്രവാദി ഡോറയുടെ കരച്ചിൽ കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് മന്ത്രവാദി ഇപ്പൊ ഡോറയെ രക്ഷിക്കുകയാണ്. മാത്രല്ല ഈ മന്ത്രവാദിയുടെ പാലുണ്ടല്ലോ, അത് അവൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് അവളുടെ ബോധം പോയി. പിന്നീട് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോ എന്താ പറയാ, അതീവ സുന്ദരിയായിട്ടുള്ള യുവതിയായിട്ടുള്ള മാലാഖയെ പോലെ തോന്നിക്കുന്ന ഒരു യുവതിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഡോറയ്ക്ക് തന്നെ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന്. ഇതേ സമയം തന്നെ ഈ കാട്ടുപന്നിയെ വേട്ടയാടിക്കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരാൾ, അതായത് ആ കാട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, കാസിനോവ തന്നെ. കാസിനോവ ഇപ്പോ ഈ യുവതിയായിട്ടുള്ള ഡോറയുടെ രൂപം കണ്ടിട്ട് വായം പൊളച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇത്, ഇന്നേ വരെ അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള, അതീവ സുന്ദരിയായിട്ടുള്ള ഒരു മാലാഖയാണ് അവൻ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാണ്, കല്യാണം കഴിക്കുകയാണ്. എന്താല്ലേ. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ഹിൽസ് രാജ്യമാണ്. അവിടുത്തെ ഇപ്പോ കിങ് ഹിൽസ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം വളർത്തിയിരുന്ന ആ ഒരു പ്രാണി ഉണ്ടല്ലോ, അതിനെന്തോ വയ്യായിക തോന്നിയിട്ടുണ്ട്. ഭയങ്കര ടെൻഷനായ കിങ് ഹിൽസ് വൈദ്യരെ വിളിച്ചിട്ടുണ്ട്, വന്ന് നോക്കാൻ പറയാണ്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ജന്തു ചത്തുപോയിട്ടുണ്ടായിരുന്നു. ശരിക്കും കിങ് ഹിൽസിന് അത് ഹൃദയം തകർന്ന് വേദനയാണ് കൊടുത്തത്. അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. പിന്നീട് മകളുടെ അടുത്തേക്ക് ഈ കിങ് ഹിൽസ് പോയിട്ട് പറയാണ്, വയലറ്റ്, നാളെ നിന്റെ സ്വയംവരാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പല രാജ്യത്തുള്ള പല രാജകുമാരന്മാര് ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം നൽകുന്ന ആൾക്ക് മാത്രമായിരിക്കും നിന്നെ ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കുക, ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരുപാട് രാജ്യത്തെ രാജകുമാരന്മാര് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് തന്നെ. കാരണം വയലറ്റ് അതീവ സുന്ദരിയാണ്. അങ്ങനെ ഇവർക്കെല്ലാം രാജാവ് കൊടുത്ത, കിങ് ഹിൽസ് കൊടുത്ത ടാസ്ക് എന്താണെന്നോ, അദ്ദേഹം വളർത്തിയിരുന്ന ആ ഒരു പ്രാണിയില്ലേ, അതിന്റെ തൊലിരിച്ച് ചുവരിൽ വെച്ചിട്ടുണ്ട്. ഈ തൊലി ഏത് ജീവിയുടേതാണെന്ന് പറയണം. എല്ലാ കുമാരന്മാരും വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അത് എന്തിന്റെ തൊലിയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒരിക്കലും ഒരു ഈച്ചയുടെ തൊലി അല്ലെങ്കിൽ ഒരു ഈച്ച ഇത്രത്തോളം വലുതാവില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാവരും തോറ്റു മടങ്ങുകയാണ്. ഇതേ സമയം തന്നെ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു എന്താ പറയാ, ഒരു ആചാനുഭവമായിട്ടുള്ള ഒരു മനുഷ്യൻ വരികയാണ്. അവന്റെ പേരാണ് ഓർഗ്. അവനിപ്പോ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഭടന്മാരെല്ലാം അവനെ തടുക്കുകയാണ്. അവനിങ്ങനെ എല്ലാവരും ഉന്തി മാറ്റുന്നുണ്ട്. ഈ സമയത്ത് രാജാവ് പറയാണ്, അവനും പങ്കെടുക്കട്ടെ, അവനറിയെങ്കിൽ അവൻ ഉത്തരം പറയട്ടെ. പക്ഷെ രാജാവിന്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, അവൻ എന്തായാലും ഉത്തരം പറയില്ല എന്ന് തന്നെ. ഇപ്പൊ ആ ഒരു മനുഷ്യനെ, അതായത് ഓർഗിനെ കണ്ട സമയത്ത് നമ്മുടെ വയലറ്റ് ഉണ്ടല്ലോ ആകെ പേടിച്ചു പോവാണ്. ഇവനെങ്ങാനും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമോ. ഇതേ സമയം തന്നെ ചക്രവർത്തി ആയിട്ടുള്ള ഹൈ ഹിൽസിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഈ ഒരു ആചാനുഭവമായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള മനുഷ്യൻ അത് ഏത് ജീവിയുടെ തൊലിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവാകെ ഞെട്ടിപ്പോയി. ഇത് കണ്ട സമയത്ത് നമ്മുടെ വയലറ്റ് ഉണ്ടല്ലോ അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്, കൊട്ടാരത്തിന്റെ മേലെ ഓടുകയാണ്, ചാടി ചാവാൻ തന്നെ. കാരണം ഈ ഒരു രാക്ഷസന്റെ കൂടെ, ഈ സൈക്കോയുടെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ രാജാവ് അങ്ങോട്ടേക്ക് വരികയാണ്. മോളത്തെ അപേക്ഷിക്കുകയാണ്, മോളെ ഒരിക്കലും നീ അത് ചെയ്യരുത്, അച്ഛൻ വാക്ക് കൊടുത്തു പോയി, അച്ഛൻ ഇനി വാക്ക് മാറാൻ കഴിയില്ല. ഇതേ സമയം കരഞ്ഞുകൊണ്ട് തന്നെ വയലറ്റ് പറയുന്നുണ്ട്, അച്ഛാ അവനെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതല്ലേ. ഈ സമയത്ത് കിങ് ഹിൽസ് ഉണ്ടല്ലോ അവളോട് അപേക്ഷിക്കുകയാണ്, മോളെ ദയവ് ചെയ്ത് നീ ആ മനുഷ്യന്റെ കൂടെ പോ. അങ്ങനെ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ വയലറ്റ് ആ ഒരു രാക്ഷസന്റെ കൂടെ പോവുകയാണ്. എന്തൊരു അവസ്ഥയാണല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് തന്റെ വരൻ ആരായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. എത്ര സ്വപ്നങ്ങളാ വയലറ്റ് കണ്ടത്. എല്ലാത്തിനെയും തല്ലി പൊളിച്ചുകൊണ്ട്, സ്വപ്നങ്ങളെല്ലാം തട്ടി തെറിപ്പിച്ചുകൊണ്ട് ആ ഒരു രാക്ഷസനുണ്ടല്ലോ അവൾ അവിടെ ഇരുന്ന് എടുത്തുകൊണ്ട് പോവാണ്. ചില സമയത്തെല്ലാം കാട്ടിലൂടെ പോകുന്ന സമയത്ത് അവൾ കരഞ്ഞ് നിലത്ത് വീണുപോകും. എന്നാലും അവളെ തൂക്കിയെടുത്തുകൊണ്ട് ഈ രാക്ഷസൻ അങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് വലിയൊരു മലയുണ്ട്. ആ മലയുടെ ചെരുവിലായിട്ട് ഒരു ഗുഹയുണ്ട്. അത്ര എളുപ്പമൊന്നും അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. ഈ മനുഷ്യനുണ്ടല്ലോ വയലറ്റിനെ തൂക്കിയെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോയിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് അവളോട് നല്ല രീതിയിലൊക്കെ എന്താ പറയുക സ്നേഹം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വയലറ്റിന് അത് പേടിയായിട്ടാണ് തോന്നിയത്. പിന്നീട് വയലറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവളെ ഈ ഒരു രാക്ഷസൻ ഉപയോഗിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് മഹാറാണിയുടെ മകനായിട്ടുള്ള ഏലിയാസ് ആ ഒരു മരത്തിന്റെ വേരുണ്ടല്ലോ അതിന്റെ അരികിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കുക. അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുമല്ലോ. ഒരു സമയത്ത് ആ വെള്ളത്തിന്റെ നിറം മാറി ചുവന്ന നിറായി മാറുകയാണ്. അപ്പോൾ തന്നെ ഏലിയാസിന് കാര്യം മനസ്സിലായി. ജോനാഥന് അവൻ എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, ഒരു കുതിര എടുത്തിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് ജോനാഥൻ പോയ അതേ വഴിക്ക് തന്നെ ഏലിയാസ് പോവുകയാണ്. ഈ ഒരു വിവരം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മഹാറാണി അറിയുന്നത്. പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ തിരയാൻ വേണ്ടി കാട്ടിലേക്ക് വിടുന്നുണ്ട്. മഹാറാണി പോകുന്നുണ്ട്.
നോക്കുന്നുണ്ട്. പക്ഷെ എത്ര തെരഞ്ഞിട്ടും ഏലിയാസിനെ കണ്ടെത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവസാനമായിട്ട് ആ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് മഹാറാണി വീണ്ടും പോവുകയാണ്. അവളുടെ ആവശ്യം പിന്നീട് മന്ത്രവാദിയോട് പറയാണ്, എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം, അവന് നഷ്ടമായിട്ടുണ്ട്, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അവൻ എന്തോ ആപത്ത് പറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ മന്ത്രവാദി പറയാണ്, ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ, എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടുത്തിയേ മതിയാവൂ. ചില കാര്യങ്ങൾ മന്ത്രവാദി ഇപ്പോ ഈ രാജ്ഞിയോട് പറയാണ്. രാജ്ഞി ഇപ്പോ അത് സമ്മതമാണെന്നും പറഞ്ഞു. എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മകനാണെന്നും പറഞ്ഞ് ആ ഒരു മന്ത്രവാദിയുടെ കൂടെ ഇപ്പൊ രാജ്ഞി പോവുകയാണ്. ഇതേ സമയം തന്നെ കാടിലെ വളരെ നിബിഡമായിട്ടുള്ള ഒരു ഏരിയയിൽ കാണിക്കുകയാണ്. ആ സ്ഥലത്ത് ഒരു ഗുഹയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജൊനാഥൻ. വീഴ്ചയിൽ അവന്റെ കാലിലെല്ലാം മുറിയായിട്ടുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, ആകെ ക്ഷീണിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ എന്തോ ഒരു ജീവി ഉണ്ടല്ലോ ജൊനാഥനെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അതിനെ കണ്ട് പേടിച്ചു പോയ അവൻ ഉറക്കനെ കരയാണ്. ഈ ഒരു കരച്ചില് അവനെ തേടിക്കൊണ്ട് കാട്ടിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഏലിയാസ് കേൾക്കുകയാണ്. ഏലിയാസിന് പെട്ടെന്ന് തന്നെ സ്ഥലം മനസ്സിലായി. ആ ഒരു ഗുഹയിലേക്ക് എടുത്തു ചാടി അവനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് വരികയാണ്. പക്ഷെ അപ്പോഴും ഏലിയാസിനെ ആക്രമിക്കാൻ വേണ്ടി ഈ ഒരു ജീവി നിൽക്കുന്നില്ല. അത് ഈ ജൊനാഥനെ മാത്രമാണ് ആക്രമിക്കുന്നത്. അവസാനം ഏലിയാസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാള് വെച്ച് ആ ഒരു ജീവിയെ വെട്ടി കുത്തി കൊന്നുകളയാണ്. പിന്നീട് ഗുഹയുടെ പുറത്തേക്ക് ജൊനാഥനെ ഏലിയാസ് കൊണ്ടുവരികയാണ്. അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ജൊനാഥനെ അവന്റെ അമ്മയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഏലിയാസ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഇപ്പൊ ആ ഒരു ഗുഹയിൽ കാണിക്കുകയാണ്, ഇവരെ നേരത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഒരു ഭീകരരൂപിയായിട്ടുള്ള ജീവി ഉണ്ടല്ലോ, അത് മറ്റാരും ആയിരുന്നില്ല, അത് മഹാറാണിയായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും കൊട്ടാരത്തിലേക്ക് തന്റെ മകനെ തിരിച്ചു കൊണ്ടുവരണം. അവനൊന്നും പറ്റാൻ പാടില്ല. അവനോടുള്ള അമിതമായ സ്നേഹം തന്നെയാണ് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മഹാറാണിയെ പ്രേരിപ്പിച്ചത്. മഹാറാണി നേരത്തെ കണ്ട മന്ത്രവാദി ഉണ്ടല്ലോ, ആ മന്ത്രവാദി തന്നെയാണ് മഹാറാണിയെ ഒരു എന്താ പറയാ അതുപോലെയുള്ള ഒരു ജീവിയാക്കി മാറ്റിയതും. ഇതേ സമയം മറ്റൊരു ഭാഗത്ത്, അതായത് കാസനോവയുടെ ആ ഒരു നാട്ടില് എമയില്ലേ, എമയുടെ വീട്ടിലേക്ക്, അതായത് ഡോറയുടെ സഹോദരി, ഒരാൾ വന്നിട്ട് ഒരുപാട് ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊടുത്തിട്ട് പോവുകയാണ്. രാജകുമാരി ഡോറയുടെ കല്യാണമാണ്, അവർ തന്നയച്ചതാണ് ഈ വസ്ത്രങ്ങളെല്ലാം. ഇത് ധരിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൊട്ടാരത്തിലേക്ക് വരണം, ചടങ്ങിൽ പങ്കെടുക്കണം. അങ്ങനെ ആ വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് തന്നെ എമ നേരെ കൊട്ടാരത്തിലേക്ക് പോവാണ്. അവിടെ ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നിന്ന് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതി അങ്ങോട്ടേക്ക് വരികയാണ്. അവളിപ്പോൾ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ തന്നെയാണ് എമ, ഇത് ഞാൻ തന്നെയാണ് നിന്റെ ഡോറ. എങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ രൂപഭാഗം മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് രാത്രി എന്റെയും കാസനോവയുടെയും കല്യാണമാണ്. ഈ ഒരു കാര്യമെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് യമയ്ക്കുണ്ടല്ലോ ഡോറയോട് വല്ലാത്ത രീതിയിലുള്ള അസൂയ തോന്നുകയാണ്. യമയ്ക്കും ഡോറയെ പോലെ തന്നെ ആവണം, അവളെ പോലെ തന്നെ ഒരുപാട് ആഭരണവും വസ്ത്രങ്ങളും എല്ലാം വേണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ, അതായത് ഡോറയുടെ കല്യാണത്തിന് ശേഷം അവളുടെ പിന്നാലെ കൂടുകയാണ് ഇപ്പൊ യമ. എങ്ങനെയാണ് ഇതെല്ലാം കിട്ടിയത് ഒന്ന് പറഞ്ഞ. അങ്ങനെ അവസാനം ഡോറയുടെ മുറിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഒരു സുഖവും ധൈര്യവും കൊടുക്കുന്നില്ല. ഇപ്പൊ ഡോറയ്ക്ക് ചെറിയൊരു പേടി തോന്നുകയാണ്. അതായത് താനൊരു വൃദ്ധയാണ്, രൂപം മാറിയതാണ് എന്നുള്ള കാര്യമൊക്കെ എമ ആർക്കെങ്കിലും പറയോ. ആ സമയത്താണ് കാസനോവ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ എമയെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ച് നിർത്തുകയാണ് ഡോറ. പിന്നീട് കാസനോവയുടെ അടുത്തേക്ക് ഡോറ പോവുകയാണ്. ആദ്യ രാത്രിയല്ലേ, അതെല്ലാം നടക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇപ്പൊ എമ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വല്ലാത്ത രീതിയിലുള്ള അസൂയ തോന്നുന്നു. ഇതേ സമയം തന്നെ ഈ കാസനോ ഇപ്പോ ഈ എമയെ കാണാണ്. വൃദ്ധയായിട്ടുള്ള സ്ത്രീയാണ്. ആകെ ദേഷ്യം വന്നു, ആരാണ് ഇവരെയും കൊണ്ട് കടത്തി വിട്ടത്, എടുത്ത് കൊണ്ടുപോ, പുറത്ത് കൊണ്ട് എറിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഭടന്മാര് വന്നിട്ട് എമയെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകാണ് കേട്ടോ. ആ സമയത്ത് ഡോറ ഉണ്ടല്ലോ ഒരക്ഷരം പോലും മിണ്ടിയില്ല, തടുക്കാനും നിന്നില്ല. കാരണം അവരുടെ കള്ളം വെളിച്ചത്താകുമല്ലോ. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട എമയ്ക്കുണ്ടല്ലോ എന്തോ ഒരു വട്ട് പോലെ ആയിട്ടുണ്ട്. കണ്ണ് കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കാണ്, അല്ല മനുഷ്യ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരുമോ, എനിക്കൊരു യുവതി ആവണം, അതീവ സുന്ദരി ആവണം, അങ്ങനെ ആയിക്കൂടെ പോകുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ അതിലൂടെ പോയ ഒരു ഉഡായിപ്പനുണ്ടല്ലോ നമ്മുടെ എമയെ കാണുകയാണ്. നോക്കുമ്പോ എന്താ അവളുടെ ദേഹത്ത് നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ്, അതുപോലെ തന്നെ ആഭരണങ്ങളാണ്. ഇപ്പൊ എമയുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ വണ്ടിയിൽ ഈ എമയും കൂട്ടിയിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് എമയുടെ തൊലി മുഴുവൻ ചെത്തി കളയാണ് കേട്ടോ. എന്നിട്ട് അവളുടെ ആഭരണം എടുത്തിട്ട് അയാൾ സ്ഥലം വിട്ടു. കുറെ കഴിഞ്ഞപ്പോ എമ അവളുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആദ്യമൊക്കെ കാണാൻ കുറച്ച് എന്താ പറയാ ഒരു മനുഷ്യക്കോലം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇതാ ഒരു രാക്ഷസിയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. വല്ലാത്ത വേദന തന്നെയാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് ആഗ്രഹമൊക്കെ നല്ലതാണ്, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് കാണിക്കുകയാണ്. അതായത് ആ ഒരു രാക്ഷസനുണ്ടല്ലോ അവന്റെ ഗുഹയിൽ നമ്മുടെ വയലറ്റ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പല വഴികളും നോക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. കാരണം മലയുടെ ചെരിവാണ്, അതിന്റെ നടുവിൽ ഒരു ഗുഹയിലാണ് അവളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ മലയുടെ മുകളിലായിട്ട് കുറച്ചു പേരെ കാണുന്നത്. അവൾ പുറക്കനെ വിളിച്ചു പോവാണ്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കോ, ഞാനിവിടെ പെട്ട് കിടക്കുകയാണ്. അപ്പുറത്ത് ഉണ്ടായിരുന്നത് ഒരു സർക്കസ് ഒക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി അവളുടെ മകനോട് പറയാണ് അവളെ കുഞ്ഞിനെ, ആ പെൺകുട്ടിയെ പോയി രക്ഷിക്കാനായിട്ട്. ഇപ്പൊ ആ പയ്യൻ ഒരു കയർ അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുത്തു. അതിപ്പോ വയലറ്റ് അവിടെ കെട്ടുകയാണ്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി ആ പയ്യനുണ്ടല്ലോ വയലറ്റിനെ എടുത്ത് ആ ഒരു കയറിലൂടെ നടന്നു വരികയാണ്. ഇതേ സമയം തന്നെ ഗുഹയുടെ ഉള്ളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു രാക്ഷസൻ എഴുന്നേൽക്കുകയാണ്. പെട്ടെന്ന് പുറത്തേക്ക് വന്നു, ഒരൊറ്റ അലറലാണ്. എന്നിട്ട് ആ ഒരു കയറിലൂടെ ഇവർ പിടിക്കാനായിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോഴേക്കും ആ ഒരു സർക്കസ് പയ്യനുണ്ടല്ലോ നമ്മുടെ വയലറ്റുമായിട്ട് അപ്പുറത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ കയറിൽ തൂങ്ങി 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 രാക്ഷസൻ അങ്ങോട്ടും വരുന്നുണ്ട്. ഇപ്പൊ ദേഷ്യവും വെറുപ്പും എല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ വയലറ്റ്
ഉണ്ടല്ലോ ഒരു ചെറിയ കത്തി എടുത്തിട്ട് തീർന്നടാ നിന്റെ കഥ ഇവിടെ തീർന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കയറ് ഒറ്റ മുറിക്കലാണ് അലറി വിളിച്ചുകൊണ്ട് ആ ഒരു രാക്ഷസൻ നിലംപൊത്തി തഴുകി വീഴാണ്. അങ്ങനെ ഭയങ്കര മാനസികമായിട്ടൊരു സന്തോഷത്തോടെ ഈ വയലറ്റ് ഉണ്ടല്ലോ ആ ഒരു സർക്കസ് കമ്പനിക്കാരുടെ കൂടെ നേരെ കൊട്ടാരത്തിലേക്ക് പോവാണ്. പൊട്ടുന്നതിന് ഇവരുടെ ആ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ ചാടി വീഴാണ്. മറ്റാരുമല്ല ആ രാക്ഷസൻ തന്നെ. നിലത്ത് വീണിട്ട് അയാൾ ചത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതൊരു രാക്ഷസനാണ്, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. പിന്നെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന വയലറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ക്രൂരമായിട്ട് തന്നെ ഈ ഒരു രാക്ഷസൻ കൊന്നുകളയാണ്. ഈ വയലറ്റ് ഇപ്പൊ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവളുടെ പിന്നാലെ തന്നെ രാക്ഷസൻ വരുന്നുണ്ട്. പക്ഷെ അവളെ ഒന്നും നോവിക്കുക പോലും അയാൾ ചെയ്യുന്നില്ല, കാരണം രാക്ഷസന് വയലറ്റിന് വേണം, അവൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. പിന്നീട് വയലറ്റിന് ഒരു കാര്യം മനസ്സിലായി, തനിക്കിനി ഒരു രക്ഷയില്ല, ഈ രാക്ഷസൻ അവളുടെ പിന്നാലെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ രാക്ഷസന്റെ പിറകിൽ പോയിട്ട് അവൾ നിൽക്കാണ്, എന്നിട്ട് കെട്ടിപ്പിടിക്കാണ്. ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ അവള് വിചാരിക്കാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ കഴുത്തം കറുത്ത് കളഞ്ഞവള്. ഇതേ സമയം തന്നെ ആ ഹിൽസ് നാട്ടിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോ കിങ് ഹിൽസ് തീരെ വയ്യാതായിട്ട് അങ്ങനെ കിടക്കാണ്, കാരണം മകള് പോയ വിഷമം തീരെ സഹിക്കാൻ കഴിയുന്നില്ല. പോയത് പോട്ടെ, പോയത് ആരുടെ കൂടെയാണ്? ഒരു രാക്ഷസന്റെ കൂടെ. എത്രത്തോളം എന്റെ മകള് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോഴാണ് രാജാവിനോട് ചില ആൾക്കാർ വന്ന് പറയുന്നത്, കുമാരി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വല്ലാത്തൊരു ഉന്മേഷം വന്ന് ചക്രവർത്തി ചാടി എഴുന്നേറ്റ് നേരെ എന്താ പറയാ സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോവാണ്. ആ ഒരു മുറിയിലേക്ക് നമ്മുടെ വയലറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നുണ്ട്, വല്ലാത്തൊരു ടെറർ ലുക്കില്. ദേഹം നിറയെ ചോരയും കയ്യിലൊരു പൊതിയെല്ലാം ഉണ്ട്. ഇപ്പൊ രാജാവിനുണ്ടല്ലോ എന്താ ഭയങ്കരമായിട്ട് മനസ്സാക്ഷി കുത്ത് തോന്നുകയാണ്. അവളുടെ മുന്നിൽ എന്താ പറയാ മുട്ടുകുത്തിയെന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ വയലറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പൊതി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. ആ രാക്ഷസന്റെ തലയായിരുന്നത്. പിന്നീട് രാജാവ് ഒന്നും ആലോചിച്ചില്ല. ഈ രാജ്യത്തിന്റെ എന്താ പറയാ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് ആ സ്ഥാനം ഇനി ഈ വയലറ്റിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അവളിപ്പോ രാജ്ഞിയായി മാറിയിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു രാജ്യമാണ്. ഇതിന്റെ തലപ്പത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ വയലറ്റ്. ഇപ്പോ ശരിക്കും അവൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം ധൈര്യമുള്ള ഒരു പെണ്ണായിട്ട് അവളിപ്പോ മാറിയിട്ടുണ്ട്. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കുമാരനായിട്ടുള്ള ഏലിയാസ് വന്നിട്ടുണ്ട്, അവന്റെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കാസനോവയും ഭാര്യയായിട്ടുള്ള ഡോറയും വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചെറുതായിട്ടൊരു മഴ പെയ്യാണ് കേട്ടോ. ആ ഒരു മഴ ഇപ്പോ ഡോറയുടെ ദേഹത്തേക്ക് തട്ടിയ സമയത്ത് തന്നെ അവളുടെ തൊലിയെല്ലാം പതിയെ ചുളുങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. മുണ്ടും പൊക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്, ആരും കാണാതെ. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ ഒന്നറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ കേൾക്കാൻ ഇതാ ഇപ്പൊ സ്ക്രീനിൽ 2 ബോക്സ് കാണുന്നില്ലേ, ഏതെങ്കിലും ഒരു ബോക്സിൽ അങ്ങ് ഞെക്കിക്കോ. നല്ല കഥകൾ കേൾക്കാന്നേ. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.